നമ്മൾ കക്കാത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ചധികം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളി, ഒരു സവാള, പച്ചമുളക് ഇതെല്ലാം കൂടെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ചിട്ട് വഴറ്റുകയാണ് കേട്ടോ. ഒന്നാമത് ഇവിടെ ഭയങ്കര ചൂടാണ്, അടുക്കള കുറേ നേരം നിൽക്കാൻ വയ്യ. ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന്, എരിവ് ആവശ്യത്തിന് കേട്ടോ, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എരിവൊക്കെ ആവശ്യത്തിന് മതി കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴേ. പിന്നെ നമ്മൾ കക്ക ഇത് ഓൾറെഡി വേവിച്ച കക്കയാണ് കേട്ടോ. ഇത് പിന്നെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. കുറേ മണ്ണുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മൾ നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു അരമുറി തേങ്ങ ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ, കാരണം ഇത് ഉപ്പില്ലാത്ത കക്കയാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇന്ന് ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചയും ഞാൻ നിനക്ക് മുഖത്ത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ചെറുപയർ പൊടിയില്ലേ, ചെറുപയർ പൊടിയും കസ്തൂരി മഞ്ഞളും കുറച്ച് പാലും ആവശ്യത്തിന്. ഇത് നന്നായിട്ട് കുഴച്ച് മുഖം ഒന്ന് കഴുകിയിട്ട് വേണം മുഖത്ത് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പെട്ടെന്ന് വെളുക്കാനല്ല, ഈ വെയിലൊക്കെ ഏറ്റ് കരുവാളിക്കില്ലേ, ആ അതിനും പിന്നെ മുഖം അന്നൊരു ചെറുതായിട്ടൊരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ തേക്കുന്നത് നല്ലതാ. വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞളും ചെറുപയറും ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തേച്ച് ഇനി ഒന്ന് കുളിച്ച് വരാം. ഇന്ന് എന്താ എല്ലാവർക്കും സൺഡേ സ്പെഷ്യല്? ഞങ്ങൾക്ക് കക്ക തോരനും നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തിട്ട് നല്ല മാങ്ങാച്ചാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എത്ര ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അമ്മ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. കക്ക ഇന്നലെ നമ്മൾ നെസ്റ്റോയിൽ കണ്ടിട്ട് വാങ്ങിയതാ. ഞാൻ മലപ്പുറത്ത് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ആണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിക്കുന്നത്. ഇല്ല, ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കക്ക ഇവിടുന്ന് വാങ്ങിക്കുന്നത്. ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഉപ്പുള്ള കക്കയാണ് കിട്ടുന്നത്, പക്ഷെ ഇത് അങ്ങനെ ഉപ്പില്ലാത്ത കക്കയാ. വീട്ടിലൊക്കെ നമ്മൾ കക്ക പുഴുങ്ങിയിട്ട് അങ്ങനെ പച്ചയ്ക്ക് വെറുതെ പറക്കി തിന്നും, അതൊരു ഉപ്പ് രസമുള്ളൊരു കക്കയല്ലേ. പക്ഷെ ഇതങ്ങനെ ആ ഒരു ടേസ്റ്റ് ഇല്ല. എന്നാലും തോരൻ വെച്ചപ്പോൾ കുഴപ്പമില്ല. നമ്മൾ കുറച്ചധികം ഉപ്പിട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന്.